തിരുവനന്തപുരം കുടുപ്പനക്കുന്നിൽ ബിജെപി മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ശാലിനി, തിരുവനന്തപുരത്ത് കുടുപ്പനക്കുന്നിൽ എങ്ങനെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പുരോഗമിക്കുന്നത്? സമീപത്താണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നത്. കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ക്യാമ്പയിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തകർക്കൊപ്പം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയും ഈ ക്യാമ്പയിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുക. ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിൽ BJP-യിൽ നിന്നാൽ അല്ലെങ്കിൽ BJP-ക്കൊപ്പം പ്രവർത്തിക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, ഇതൊക്കെ കേന്ദ്രമന്ത്രി പ്രവർത്തകരെ അറിയിക്കുന്നുണ്ട്. അപ്പം തന്നെ ഓരോരുത്തരുടെ ഫോണുകൾ വാങ്ങി അവർക്ക് മെമ്പർഷിപ്പ് നൽകാനുള്ള അല്ലെങ്കിൽ മെമ്പർഷിപ്പിലേക്ക് പോകാനുള്ള ടോൾ ഫ്രീ നമ്പറുകൾ അടക്കം പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് എല്ലാവരും ചെയ്തോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള ആവശ്യകത ഓരോരുത്തർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 50ഓളം വരുന്ന BJP പ്രവർത്തകരുണ്ട്. ഒപ്പം തന്നെ പുതിയതായി BJP-യിലേക്ക് അംഗത്വം സ്വീകരിക്കുന്ന പ്രദേശവാസികളുണ്ട്. അത്തരത്തിൽ വാർഡ് കൗൺസിലറുണ്ട്. അങ്ങനെ നിലവിൽ ഈ ഒരു മേഖലയിലുള്ള 50-ലധികം ആളുകളാണ് ഈ ഒരു പരിപാടിയുടെ ഔദ്യോഗിക ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അല്പസമയത്തിനകം കുടപ്പനക്കുന്നിന് സമീപത്തുള്ള മറ്റ് മേഖലയിലേക്കും പോയിന്റുകളിലേക്കും ഈ ക്യാമ്പയിന്റെ ഭാഗമായി എത്തും. തിരുവനന്തപുരം കുടപ്പനക്കുന്നിൽ ഇപ്പോൾ BJP മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പങ്കെടുക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 50ഓളം BJP പ്രവർത്തകർ പ്രദേശത്തുണ്ട്. കൂടാതെ പുതിയതായി BJP-യിൽ ചേരുന്ന ആളുകളും അവിടെ കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും ടോൾ ഫ്രീ നമ്പർ പറഞ്ഞു കൊടുത്ത് വിശദീകരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നിരവധി ആളുകളാണ് പ്രദേശത്തെത്തി BJP അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ശാലിനി, എത്ര പേരാണ് ഈ കുടപ്പനക്കുന്ന് ഭാഗത്ത് മാത്രമായി BJP-യിൽ അംഗത്വം എടുത്തിരിക്കുന്നത്? ഔദ്യോഗികമായ കണക്ക് BJP നിലവിൽ നൽകിയിട്ടില്ല. എങ്കിൽ പോലും 100 കണക്കിന് ആളുകൾ ഈ ഒരു ചെറിയ മേഖലയിൽ നിന്ന് മാത്രം BJP-യിലേക്ക് പുതിയതായി അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. ഒപ്പം തന്നെ കുടപ്പനക്കുന്ന് അടക്കമുള്ള മേഖലകളിലും BJP സജീവമായി തന്നെ രംഗത്തുണ്ട്. പല സാധാരണ സർക്കാരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത്തരത്തിൽ BJP സജീവമായി തന്നെ തലസ്ഥാന ജില്ലയിൽ പ്രവർത്തനം നടത്തുകയാണ്. ഒരുപക്ഷെ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന വികസന പദ്ധതികളടക്കമുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ 100 കണക്കിന് പ്രവർത്തകരും 100 കണക്കിന് സാധാരണക്കാരുമാണ് BJP-യിലേക്ക് പുതിയതായി എത്തുകയും ചെയ്യുന്നത്. അതിന്റെ ആവശ്യകത പ്രവർത്തകർക്കിടയിലും സാധാരണക്കാർക്കിടയിലും നൽകിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു ക്യാമ്പയിൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കുടപ്പനക്കുന്നിലെ ക്യാമ്പയിൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് സാധാരണക്കാരായ ജനങ്ങളെ BJP-ക്കൊപ്പം ചേർത്ത് നിർത്തിയതിനു ശേഷം മറ്റിടങ്ങളിലേക്ക് കേന്ദ്രമന്ത്രി യാത്ര തിരിക്കുകയാണ്. ദൃശ്യ ഇപ്പോൾ 100 കണക്കിന് പ്രവർത്തകരാണ് കുടപ്പനക്കുന്നിൽ BJP അംഗത്വം എടുത്തിരിക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി. നിരവധി പ്രവർത്തകരും പ്രദേശത്ത് എത്തിയിരുന്നു. പ്രവർത്തകർക്ക് വേണ്ടി പുതിയതായി BJP-യിൽ അംഗത്വം എടുക്കുന്നവർക്ക് വേണ്ടി ടോൾ ഫ്രീ നമ്പറും അതുപോലെ തന്നെ എങ്ങനെ അംഗമാകാമെന്നുള്ള കാര്യങ്ങളുമൊക്കെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിവരിച്ചു നൽകിയത്. തുടർന്ന് എല്ലാവരുടെയും അംഗത്വം ഉറപ്പാക്കിയ ശേഷമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലത്ത് നിന്ന് മടങ്ങാനൊരുങ്ങുന്നത്. കൂടാതെ പ്രദേശത്ത് അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയതായി അംഗത്വം എടുക്കാനെത്തിയവരെ സഹായിക്കുന്നതിനായി 50ഓളം BJP പ്രവർത്തകരും കുടപ്പനക്കുന്നിൽ എത്തിയിരുന്നു. 100ഓളം പ്രവർത്തകരാണ് ഇപ്പോൾ കുടപ്പനക്കുന്നിൽ മാത്രമായി BJP-യിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. എത്ര പേരാണ് BJP-യിൽ പുതിയതായി അംഗത്വം എടുത്തത് എന്നതിൽ ഔദ്യോഗികമായ കണക്കുകൾ ലഭ്യമായിട്ടില്ല.